രാജ്യസ്നേഹത്തിന്റെ മൊത്തവകാശ കച്ചവടക്കാരുണ്ടല്ലോ അങ്ങ് ദേശീയ തലത്തിൽ ഒരു ദേശീയ മാധ്യമവും അതിൻ്റെ ഉടമയും അതിൻ്റെ അവതാരകരുമൊക്കെ. രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അംബാസിഡറാണ് ഈ പറയുന്ന അർണബ് ഗോസ്വാമി. ചൈനയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഒരു കൊതുക് രാജ്യത്തിന്റെ അതിർത്തി കടന്നെത്തിക്കഴിഞ്ഞാൽ ആ കൊതുകിനെ പോലും വെറുതെ വിടരുത് എന്ന് പറയുന്ന ഒരു തരം പ്രത്യേക സ്വഭാവക്കാരനാണ് ഈ അർണബ് ഗോസ്വാമി. ചൈന ഇത്രത്തോളം വലിയ ആക്രമണത്തിന് കാരണം പണ്ട് കോൺഗ്രസ് ഭരണകാലത്ത് എല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തതിന്റെ കാരണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അങ്ങനെ രാജ്യസ്നേഹം തുളമ്പിക്കിടക്കുന്ന ആ പൊന്നോമന പുത്രൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയിൽ ഒരു ഹാഷ്ടാഗ് വെച്ചു, ചൈന ഗെറ്റ് ഔട്ട്. ചൈന ഇന്ത്യ വിടണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതായത് ചൈനയുടെ ഒരു പ്രൊഡക്ട്സും ഇന്ത്യയിൽ വരാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെയാണ് ഹാഷ്ടാഗിന്റെ ചുരുക്കം. അങ്ങനെ ഈ ഹാഷ്ടാഗ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ധ്രുവരത്തി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ നമുക്ക് അടുത്തതായി വരുന്ന ഒരു പരസ്യം എന്ന് പറയുന്നത് co-sponsored by വിവോ. വിവോ എന്ന് പറയുന്നത് എടാ മണ്ട, വിവോ എന്ന് പറയുന്നത് ചൈനീസ് കമ്പനിയാണ്. ആ ചൈനീസ് മൊബൈൽ കമ്പനിയുടെ പരസ്യം വെച്ചുകൊണ്ടാണ് ഈ മരമണ്ടൻ പറയുന്നത് ചൈന ഗെറ്റ് ഔട്ട് എന്ന്. ഒരു സാധാരണ സംഘി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർണബ് ഗോസ്വാമിയുടെ ഇന്നലത്തെ ചാനൽ ചർച്ചയുടെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു പറയാം, ദാ ഇങ്ങനെയായിരിക്കും ഒരു കോമൺ സംഘി എന്ന്. അതായത് ഒരു സാധാരണ സംഘിയുടെ നിലവാരം ഇതായിരിക്കും എന്ന്. ചൈനയുടെ പരസ്യ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ ചൈനക്കെതിരെയുള്ള വാർത്തക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവരുടെ പരസ്യം തന്നെയാണ്. ഏത് കോടോത്തിലെ മാധ്യമ പ്രവർത്തകനാണ് ഇവനൊക്കെ അല്ലേ BJPയുടെയും സംഘപരിവാർ പാളയത്തിലെയും നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ തോളിലേറ്റി വെച്ച് പറയുന്നത് മാധ്യമധർമ്മത്തിന്റെ ശില്പി, രാജ്യസ്നേഹത്തിന്റെ കുമ്പാരം, രാജ്യസ്നേഹത്തിന്റെ അംബാസിഡർ എന്നൊക്കെ പറഞ്ഞു തള്ളുന്നത് ഈ മരമണ്ടനെയാണ്. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. വിവോയുടെ പരസ്യം ഒഴിവാക്കാൻ അർണബ് ഗോസ്വാമി തയ്യാറാവട്ടെ, എന്നിട്ട് പറയാം ചൈന ഗെറ്റ് ഔട്ട് എന്ന്. നമ്മളൊക്കെ 20ഓളം ജവാന്മാർ മരിച്ചതിന്റെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള കോമഡി പരസ്യവുമായി വന്ന് ഈ രാജ്യത്തെ ചൈനയിൽ നാട്ടിക്കുന്ന ഇവന്മാരെയാണ് ആദ്യം നമ്മൾ നേരിടേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.